സോ നമ്മളിന്ന് ചന മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സവാള, കുറച്ച് മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില ആൻഡ് ഞാൻ ഒരു ടൊമാറ്റോൻ്റെ പ്യൂരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ചന. സോ ഈ സോക്ക് ചെയ്ത് വെച്ച കടലിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ കുക്കറിൽ ഒരു 5 വിസിലാണ് വരുത്താൻ പോകുന്നത്. സോ ഇത് വിസിൽ വന്ന് ആവി പോകുന്ന ആ ഒരു നേരം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സവാള ഒന്ന് പെട്ടെന്ന് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യാം. കാരണം നമ്മൾ കടയിലേക്ക് ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ സവാളയ്ക്ക് വേണ്ട മാത്രം ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് പീസസ് ആയിട്ടും ആഡ് ചെയ്യാം. ഇത് ഈസി മെത്തേഡ് ആയതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്യൂരി ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടല ആവിയൊക്കെ പോയി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ വെന്ത കടല നമുക്കിതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കടല മാറ്റി വെച്ചത് ഇതുപോലെ ഗ്രൈൻഡറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ കറിയുടെ തിക്നെസ് കൂടാനും അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാനും ടേസ്റ്റ് കൂടാനും ഒക്കെ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് അത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങട്ടെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഫൈനലി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കുറച്ചും കൂടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് ചൂട് പോയിട്ട് നമുക്ക് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയോ